മിഡ് വീക്ക് സസ്പെൻഷനിലോട്ട് 6 പേരാണല്ലോ നോമിനേറ്റ് ആയിരിക്കുന്നത്. പക്ഷെ ഈ 6 പേർക്കും ടാസ്കുകൾ കളിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടി അവർ ചൂസ് ചെയ്യുന്ന 2 പേരാണ് കളിക്കുന്നത്. ഇവിടെ ശരിക്കും ബുദ്ധിപരമായിട്ട് കളിക്കുകയാണെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഈ 6 പേരിൽ ആരെ വേണമെങ്കിലും ഔട്ട് ആക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റും. അല്ലാതെ ഈ 6 കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് അവരുടെ എഫേർട്ട് ഒക്കെ ഇട്ട് ഗെയിം ഒക്കെ കളിച്ച് എന്ത് കാര്യമുള്ളേ? അപ്പൊ ബിഗ് ബോസ് ശരിക്കും എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ അനീഷിനെ കിട്ടിയിരിക്കുന്നത് അപ്പാനി ശരത്തിനെയും അനുമോളനെയാണ് കേട്ടോ. അപ്പാനി ശരത്തിന് അനീഷിനെ കണ്ണെടുത്ത കണ്ടുകൂടാട്ടോ. മൊത്തത്തിൽ അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു 7ന്റെ പണിയായിട്ടാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. ഇന്നലത്തെ ടാസ്കിലും ഇന്നത്തെ ടാസ്കിലും ഏറ്റവും ലോവസ്റ്റ് മാർക്ക് നമ്മുടെ അനീഷിനാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് ബിഗ് ബോസ് വിളിച്ചു വരുത്തി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സഹായികളെ വിശ്വാസമില്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റാനായിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ അനീഷും പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഹെൽപ്പേഴ്സിനെ വിശ്വാസമില്ല, അവരെന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗെയിം കളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ വരെ അനീഷ് അങ്ങനെ അല്ലാട്ടോ പറഞ്ഞത്. എന്റെ ഹെൽപ്പേഴ്സിനെ എനിക്ക് 100% വിശ്വാസമാണ് ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് കേട്ട് അപ്പാണി ശരത്തിനും അനുമോൾക്കും നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവര് ജെനുവിനായിട്ടാണ് കളിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അനു പറയുന്നുണ്ട്, നന്ദിയില്ലാത്തവനാണ് അനീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഗെയിം കളിച്ചിട്ട് എന്റെ കയ്യിലും കാലിലൊക്കെ മുറിവായിട്ട് അത് എന്ത് പറ്റിയെന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നൊക്കെ അനു പറയുന്നുണ്ട്. അതിലും ബിഗ് ബോസ് വേറെ ടാസ്ക് ഒക്കെ യൂസ് ചെയ്ത് ആളുകളെ ഹെൽപ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അനീഷിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഷൈത്യനും നാദിറ ആൻഡ് നൂറേനും കൂടിയാണ് കേട്ടോ. നമുക്ക് നോക്കാൻ വരും ടാസ്കുകൾ അവർ എങ്ങനെ ചെയ്യുന്നു, ആർക്കായിരിക്കും ഏറ്റവും ലോവസ്റ്റ് മാർക്ക്, ആരാണ് മിഡ് വീക്ക് സസ്പെൻഷനിലോട്ട് പോവുക, എന്താണ് മിഡ് വീക്ക് സസ്പെൻഷൻ എന്നൊക്കെ കാണാനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ 7.